രാജ്യത്തിന്റെ അഭിമാനമുയർത്തി ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പ്രത്യേകതകൾ ഏറെയാണ്. ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാജ്യത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും അടയാളപ്പെടുത്തിയാണ് പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1200 കോടി രൂപ ചെലവിട്ടാണ് പാർലമെന്റ് കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയത്. കൊളോണിയൽ അവശേഷിപ്പുകളെ തൂത്തറിഞ്ഞ് രാജ്യത്തിന്റെ പൈതൃകം പേർന്നതാകണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പാർലമെന്റ് മന്ദിരം പണിയാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായുള്ള മന്ദിരത്തിന്റെ നിർമ്മാണം 899 ദിവസം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. 2020 ഡിസംബർ 10 പുതിയ മന്ദിരത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടതോടെയാണ് പാർലമെന്റ് മന്ദിരത്തിന്റെ പണികൾ ആരംഭിച്ചത്. 2 വർഷവും 5 മാസവും 18 ദിവസവും എടുത്താണ് പാർലമെന്റിന്റെ പണി പൂർത്തിയാക്കിയത്. വൃത്താകൃതിയിലുള്ള പഴയ മന്ദിരത്തിന് അരികിലായി ത്രികോണാകൃതിയിലാണ് പുതിയ പാർലമെന്റ് ഉള്ളത്. റെഡ് ക്രോസ് റോഡിനും റൈസീന റോഡിനും ഇടയിലെ 118 നമ്പർ പ്ലോട്ടിലാണ് 21 മീറ്റർ ഉയരത്തിൽ 4 നിലകളിലായി 64,500 ചതുരശ്ര അടി വിസ്തൃതിയിൽ പുതിയ മന്ദിരം തലസ്ഥാന നഗരിയിൽ തലയെടുപ്പോടെ നിൽക്കുന്നത്. പുതിയ മന്ദിരത്തിന് 6 കവാടങ്ങളാണ് ഉള്ളത്. ലോക്സഭയ്ക്ക് ദേശീയ പക്ഷിയായ മയിലിന്റെ ചാരുതയെങ്കിൽ രാജ്യസഭ ദേശീയ പുഷ്പമായ താമരപ്പൂ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗുജറാത്തുകാരനായ വിമൽ പട്ടേലിൻ്റെതാണ് ഈ രൂപകൽപ്പന. എന്നാൽ പഴയ പാർലമെന്റിലെ സെൻട്രൽ ഹാൾ എന്ന സംവിധാനം പുതിയ മന്ദിരത്തിനില്ല. പകരം ലോക്സഭയിൽ തന്നെ ഇനി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ചേരാനാകുമെന്നതാണ് പ്രത്യേകത. ലോക്സഭയിൽ 888 സീറ്റുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത് 1272 വരെ കൂട്ടാനാകും. രാജ്യസഭയിൽ 384 ഇരിപ്പിടങ്ങളാണ് ഉള്ളത്. എല്ലാ സീറ്റിലും ടച്ച് സ്ക്രീൻ അടക്കമുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളുമുണ്ട്. വൈദ്യുതി നിലയ്ക്കില്ല. 100% ബാക്കപ്പ് ഉണ്ട്. വിശാലമായ ലൈബ്രറി, നടുമുറ്റത്ത് ആൽമരം, ഭിന്നശേഷി സൗഹൃദ മന്ദിരം എന്ന പ്രത്യേകതയും പുതിയ പാർലമെന്റിനുണ്ട്. പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് രാജ്യത്ത് ലഭ്യമായ ഒന്നാന്തരം സാമഗ്രികളാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന പ്രത്യേകതയും ഇതിനൊപ്പം പറയേണ്ടതായുണ്ട്. ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ നിന്നാണ് പാർലമെന്റിലേക്കുള്ള പരവതാനികൾ എത്തിച്ചിരിക്കുന്നത്. രാജ്യത്തെ നമ്പർ 1 പരവതാനികളാണ് മിർസാപൂരിലേതെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പാർലമെന്റിനുള്ളിലേക്ക് ചെന്നാൽ നാഗ്പൂരിൽ നിന്നുള്ള തേക്കുതടിയാണ് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. പാർലമെന്റ് നിർമ്മാണത്തിന് ആവശ്യമായ കൊത്തിയെടുത്ത കല്ലുകൾ രാജസ്ഥാനിൽ നിന്നും എത്തിച്ചു. തറയിൽ വിരിച്ച മുളട്ടൈലുകൾ എത്തിച്ചതാകട്ടെ ത്രിപുരയിൽ നിന്നും. ഏറെ പേരുകെട്ട സാൻഡ് സ്റ്റോണുകൾ രാജസ്ഥാനിലെ സമർഥൂരയിൽ നിന്നാണ് എത്തിച്ചത്. ദില്ലിയിൽ തലയുയർത്തി നിൽക്കുന്ന ചെങ്കോട്ട നിർമ്മിച്ചത് സമർഥുരയിലെ കല്ലുകൾ കൊണ്ടായിരുന്നു. റെഡ് ഗ്രാനൈറ്റ് അജ്മീറിലെ ലഖയിൽ നിന്നും ഗ്രീൻ സ്റ്റോൺ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്നുമാണ് എത്തിച്ചത്. എന്നാൽ വെള്ള മാർബിൾ അബാഞ്ചിയിൽ നിന്നാണ് കൊണ്ടുവന്നത്. സീലിംഗിന് ഉപയോഗിച്ച സ്റ്റീൽ ദാമൻ ഡിയുവിൽ നിന്നും എത്തിച്ചു. പാർലമെന്റിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകളും മുംബൈയിൽ നിന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. ജാളികൾ രാജസ്ഥാനിലെ രാജ്നഗറിൽ നിന്നും ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നും കൊണ്ടുവന്നു. ഇങ്ങനെ നിരവധി പ്രത്യേകതകളാൽ സമ്പന്നമായി നിൽക്കുകയാണ് പുതിയ പാർലമെന്റ് മന്ദിരം. 96 വർഷം മുൻപ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നിന്നും പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാറുമ്പോൾ ഒരു കാലത്തിൻ്റെ ചരിത്രം കൂടി